ഇന്ത്യ ചൈന ബന്ധത്തിലെ ഒരേ ഒരു പ്രശ്നം ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം മാത്രമല്ല എന്ന് അടിവരയിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എന്നാൽ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാതെ തന്നെ അദ്ദേഹം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ അതിർത്തി സമാധാനം അത് വളരെയധികം പ്രധാനമാണ് എന്ന് പറയുകയും ചെയ്തു. ഈ അതിർത്തി പ്രശ്നങ്ങൾ സുസ്ഥിരമായി തന്നെ തുടരുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രസ്താവന നടത്തുന്നത്. മാത്രമല്ല, ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ ഊഷ്മളമായ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിൽ വെച്ച് വധിക്കാൻ ശ്രമങ്ങൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി തന്നെ വ്യക്തമാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളെക്കാൾ കൂടുതലായി തന്നെ വ്യാപാരത്തിനും രാഷ്ട്രീയ പശ്ചാത്തലത്തിലും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നത്. എന്നാൽ ചൈനയുടെ ഒരു വ്യാമോഹങ്ങളും ഇന്ത്യ വഴി ഒരുക്കി നൽകില്ല എന്നത് തന്നെയാണ് ജയശങ്കർ ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ സമയത്തെ അവസാന സംഘർഷ പോയിന്റുകളെക്കുറിച്ചുള്ള ഞങ്ങൾ ഒരു ധാരണയിലെത്തുകയാണ് ചെയ്തത്. അതിനുശേഷം അതിർത്തി പ്രശ്നങ്ങൾ പൊതുവെ തന്നെ സ്ഥിരത പുലർത്തുകയും പെട്രോളിംഗ് രീതിയിൽ പുനരാരംഭിക്കുകയും പഴയ രീതിയിൽ തന്നെ പുനരാരംഭിക്കുകയും സുഗമമായി അത് നടക്കുകയും ചെയ്തു. നല്ല ബന്ധത്തിന് അതിർത്തി പ്രശ്നങ്ങളിലെ സമാധാനവും ശക്തിയും ഒരു മൂർധന്യാവസ്ഥയിലാണ് എന്ന പ്രധാന കാര്യങ്ങൾ ഞങ്ങൾ ഊന്നിപ്പറയുകയാണ് ചെയ്തത്. അത് നിലനിർത്തുകയും കെട്ടിപ്പടുക്കുകയും വേണം. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾ മാത്രമല്ല ഇന്ത്യ ചൈന ബന്ധത്തിലെ പ്രശ്നമെന്ന് അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വ്യാപാരം, നിക്ഷേപം, മത്സരം, സബ്സിഡികൾ, നീതി, അതുപോലെ തന്നെ സുതാര്യത എന്നിവയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുമുണ്ട്. ഇവയെല്ലാം തന്നെ യഥാർത്ഥ പ്രശ്നങ്ങളുടെ കീഴിൽ വരുന്നവയാണ്. അവയിൽ ചിലത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും അതേപോലെ തന്നെ ചിലത് കൂടുതലായി തന്നെ ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചൈനയിലേക്കുള്ള നേരിട്ടുള്ള വ്യോമ ബന്ധങ്ങൾ നിലച്ചു. ഗാൽവാൻ ഏറ്റുമുട്ടലുകൾ കാരണം അവ നിലച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് അത് നിലംപതിക്കുകയാണ് ചെയ്തത്. കോവിഡ് കാരണം അവ നിലയ്ക്കുകയും പക്ഷേ ഗാൽവാനു ശേഷം അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതും എന്നാൽ പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ചൈനയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണമെന്നാണ് വിദഗ്ധർ ഇതിനു മുൻപേ തന്നെ ഇന്ത്യക്ക് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സന്ദർശന വേളയിലായിരുന്നു ഇത്തരം ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. അതിർത്തിയിലെ തർക്കങ്ങൾ നിലനിൽക്കെ തന്നെ പഴയകാല അനുഭവങ്ങൾ മോദി സർക്കാർ ഓർക്കണമെന്ന് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടന്നതും. ട്രംപിന്റെ ടാരിഫ് യുദ്ധം ഇന്ത്യയും ചൈനയും വലിയൊരളവിൽ ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2020-ലാകട്ടെ ചൈനീസ് സൈന്യം അതിർത്തിയിൽ കടന്നു കയറിക്കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും തുടർന്നുണ്ടായ സംഘർഷങ്ങളും ഇന്ത്യ മറക്കരുതെന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ ആദ്യം പറഞ്ഞത്. അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം മോശമായതും ട്രംപിന്റെ പുതിയ ടാരിഫ് നയങ്ങളും ഇന്ത്യക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കണമെന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ തന്നെ യുക്രൈൻ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നു എന്നതായിരുന്നു ആ ഒരു ന്യായമായിരുന്നു ട്രംപ് ആദ്യം ഉന്നയിച്ചത്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൽ ഉണ്ടായിട്ട് പോലും ടാരിഫ് ചുമത്തിയത് ഇന്ത്യയെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമ്പരപ്പ് സൃഷ്ടിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല ചൈനയാകട്ടെ കൂടുതലുമായി ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിക്കും തോറും അവർ അകലുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.